ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പം നമുക്ക് നോമ്പിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടാലോ. ഞാൻ ഇന്ന് ഈവനിങ്ങിലെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇടയത്താഴത്തിൽ വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് മക്കൾക്ക് നല്ല ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താലോ. അപ്പോൾ അതിന് വേണ്ടി കടലയൊക്കെ നന്നായിട്ട് വേവിച്ച് പിന്നെ കിഴങ്ങൊക്കെ വെച്ച് കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട് നമുക്ക് പിന്നെ കുറച്ച് കടലമാവ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്യുകയാണ്. കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കറിവേപ്പിലയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ചുമ്മാ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എനിക്ക് ഓരോന്ന് പരീക്ഷണം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ എല്ലാം ഒരു ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മക്കൾക്ക് കിഴങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അക്കുനും അമ്മൂനും. അപ്പോൾ ഞാനതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം ഒരേ ടൈപ്പ് ഷേപ്പിൽ ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് കഴിച്ചാൽ ബോറടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വേറൊരു ഷേപ്പിലൂടെ ഉണ്ടാക്കി. അപ്പം പാല് തിളപ്പിക്കാൻ ഇട വെച്ചിട്ടുണ്ട്. പിന്നെ ബോൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ബോൾസ് ആയിട്ട്. അപ്പോൾ നല്ല രസമുണ്ട്. അതൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. പാലൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് ശേഷം സ്നാക്സൊക്കെ എടുത്ത് വെച്ച് സമൂസ മാത്രം ഞങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഫ്രൂട്ട്സായിട്ട് വാട്ടർമെലണും പൈനാപ്പിളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് ചായ ആർക്കും വേണ്ട, എനിക്ക് മാത്രം ചായ മതി. കാരണം ഇന്ന് കിച്ചും ഇല്ല നോമ്പ് തുറക്കാൻ, ഫാദിയും ഇല്ല. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കാൻ. അക്കും അമ്മും ഞാനും ഉള്ളൂ കേട്ടോ. കിച്ചു ആണെങ്കിൽ ഇന്ന് പള്ളി ഇഫ്താർ സെറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ഉസ്താദ് അവിടെ നിന്ന് നോമ്പ് തുറക്കാൻ വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നോമ്പ് തുറന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം കിച്ചു ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ റാപ്പിഡ ബുക്ക് ചെയ്താണ് കിച്ചു പോകുന്നത്. അതിന് ശേഷം അമ്മും അക്കും എല്ലാം റൂമിലിരുന്ന് പഠിക്കുകയാണ്. പഠിച്ച് കുഴഞ്ഞ് തറയിൽ കിടന്നോണ്ടൊക്കെ പഠിക്കുകയാണ്. ഇത് മൊബൈലിൽ നോക്കിയിരുന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇക്കായോട് ഇന്ന് പുറത്ത് പോവാണ്. കിച്ചു ഷോപ്പിലുള്ളത് കാരണം കിച്ചുവിനെ ഷോപ്പിലിരുത്തിയിട്ട് ഇക്ക വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് കാരണം മക്കളെ പൂട്ടിക്കൊണ്ട് ഞാനും ഇക്കയോട് ചുമ്മാ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. നോയമ്പൊക്കെ തുറന്നതിന് ശേഷം 8:30 ആയപ്പോഴാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ പൂച്ചയ്ക്ക് മണ്ണൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പൂച്ച ബാത്റൂമിൽ പോകുന്ന മണ്ണൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണമായിരുന്നു. നല്ല രസമുണ്ട്. ഇപ്പോൾ കുറച്ച് കിളികളെയൊക്കെ ഇവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, വെറൈറ്റി കിളികളാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം, ഇതാണ് പൂച്ചയ്ക്ക് വാങ്ങിക്കുന്ന മണ്ണ്. അപ്പോൾ ഇത് 10 കിലോയുടെ ചാക്കാണ്. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ്. വന്നിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി. ഇവിടെ നിന്നാണ് ഞാൻ വീട്ടിലേക്കുള്ള ലിക്വിഡുകളൊക്കെ വാങ്ങിക്കുന്നത്. ഞാൻ ഇവരുമായിട്ട് നമ്മൾ ഒരുപാട് നാളോടുള്ള പരിചയം, അത് കാരണം ഇവിടെ നിന്നാണ് എല്ലാം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് ഞങ്ങളെല്ലാം വാങ്ങിച്ചു. ഞാൻ ഇക്കയുടെ പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ അവിടെ പോഷൻ എന്ന് പറയുന്നത് ഇത് ഹോർലിക്സിൻ്റെ ഇതില്ലായിരുന്നു. പിന്നെ ഞാൻ വേറൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അതും വാങ്ങിച്ചു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് ഇതൊക്കെ ഈ ഐറ്റങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ ഓയിൽ വേണമായിരുന്നു പാരച്യൂട്ടിൻ്റെ. അപ്പോൾ അത് അവിടെ തപ്പി പോയി എങ്ങും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഇവിടെ ചെറിയൊരു ബോട്ടിലായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചു. വലിയ ബോട്ടിൽ തിരക്കിയാണ് പോയത്, പക്ഷെ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇക്ക പിയേഴ്സിൻ്റെ സോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് പിയേഴ്സിൻ്റെ സോപ്പ് നോക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചു. അപ്പം നീല കളർ ഇല്ലേന്ന് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ഗോൾഡ് കളറേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ ഒരു സഞ്ചി തരും. ഈ സഞ്ചിയുടെ അകത്ത് എടുത്തുകൊണ്ട് പോയി നമ്മൾ കൗണ്ടറിൽ കൊണ്ടുപോയി ബില്ല് പേ ചെയ്യണം. അതിനുശേഷം പിന്നെ ഞാൻ ആധാർ കാർഡിൽ പോയി അവിടെ ഒരു കാര്യം ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അതും കാര്യം സാധിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ഇക്ക എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. പിന്നെ അതിനുശേഷം ഞാൻ മുകളിലോട്ട് കയറി വരുന്നത്. പിന്നെ അക്കുനെയും ഇക്കായുമായിട്ട് ഇവർ മുടി വെട്ടാൻ വേണ്ടി ഇവർ പുറത്ത് പോയി. ഇക്കായും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വാങ്ങിക്കാനുണ്ട്, പക്ഷേ സമയമില്ല. എനിക്ക് ത്രാവിയ നിസ്കരിക്കണം, അത് കാരണം ഞാനിങ്ങനെ വന്നു. പിന്നെ അമ്മ ഒറ്റയ്ക്കാണ് ഇന്ന് ത്രാവിയ നിസ്കരിക്കാൻ പോകുന്നത്. കാരണം ഇക്കയുടെ കൂടെ അക്കൂട്ടം പുറത്ത് പോയിട്ടില്ലല്ലോ ഉണ്ടായിരുന്നു മുടിയൊക്കെ വെട്ടാൻ വേണ്ടി. അപ്പോൾ അത് കാരണം അമ്മ ഒന്ന് ഒറ്റയ്ക്കാണ് ത്രാവിസ്കരിക്കാൻ പോയത്. അമ്മ ഇറങ്ങിപ്പോയതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ മണി പ്ലാന്റൊക്കെ താഴോട്ട് കിളിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി ഒരു കിളിക്കൂടുണ്ട്, കണ്ടില്ലേ? ഇത് എപ്പോഴും ഉണ്ട്. ഒരു 2 ഇയറായിട്ട് ഈ കിളിക്കൂടി ഇവിടെ തന്നെയാണ്. ഞാൻ നമസ്കരിച്ച് ഖുർആനൊക്കെ ഓതിയിരുന്നപ്പോൾ തന്നെ അമ്മ വന്നു കേട്ടോ. ഇന്ന് അക്കൂര് വരെ അമ്മുവാണ് എനിക്ക് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അമ്മ കയറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും ബിസ്ക്കറ്റും ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ.